10ാം ക്ലാസ് +2 ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് ഒരുപാട് അവസരങ്ങളാണ് 2025 PSC നോട്ടിഫിക്കേഷനുകളിൽ വന്നിട്ടുള്ളത്. ഡിഗ്രി യോഗ്യതയുള്ളവർക്കായിട്ട് SI, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലുള്ള പരീക്ഷകളും, CPO, WCPO, ഫയർമാൻ പോലുള്ള യൂണിഫോം പോസ്റ്റുകളും, ഡ്രൈവർ പോസ്റ്റുകളും, കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്, അതുപോലെ തന്നെ ASM പോലുള്ള പരീക്ഷകളുമാണ് 2025 നമ്മളെ കാത്തിരിക്കുന്നത്. ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായിട്ട് ഒരു കിടിലൻ റിപ്പബ്ലിക് ഡേ ഓഫറുമായിട്ടാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. ഈ വരുന്ന ജനുവരി 25, 26, 27 തീയതികളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കോഴ്സുകൾക്കും 30% ഓഫർ വരെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ കോഴ്സുകളെ കുറിച്ചും ബാക്കി ഡീറ്റെയിൽസും അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഹായ് ആൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ നിയാസ്. അപ്പോൾ നമ്മളുടെ ഡ്രൈവർ എക്സാമുകളിൽ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം എന്ന് പറയുന്നത് വെഹിക്കിൾസിൻ്റെ വാലിഡിറ്റിയും പെർമിറ്റുമാണ്. നമുക്കറിയാം, പല വാഹനങ്ങളുടെയും ഫിറ്റ്നസിൻ്റെ കാലാവധി ഒക്കെ നമ്മളോട് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നതാണ്. അപ്പോൾ കൊമേഴ്ഷ്യൽ വാഹനങ്ങളാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ അല്ലാത്ത വാഹനങ്ങളുടെയും ഫിറ്റ്നസിൻ്റെ കാലാവധി എത്രയാണ് വരിക, ഫിറ്റ്നസ് പുതുക്കി നൽകുന്നത് എത്ര വർഷത്തേക്കാണ്. അപ്പോൾ ആ ഒരു ഭാഗങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡ്രൈവറിൻ്റെ എക്സാമുകൾ 2025 വരുന്ന ഡ്രൈവറിൻ്റെ എക്സാമുകൾ എഴുതുന്ന ആളുകളായിരിക്കും നിങ്ങളെല്ലാവരും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഡ്രൈവർ എക്സാമുകൾക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ട് സിലബസ് ഒക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ട് എന്തൊക്കെയാണോ ചോദിച്ചിട്ടുള്ളത്, എന്തൊക്കെയാണോ നമ്മൾ പഠിക്കാൻ പറഞ്ഞിട്ടുള്ളത്, ആ ഭാഗങ്ങളൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യുക. സോ നമ്മൾ ക്ലാസ്സിലോട്ട് പോവുകയാണ്. അപ്പോൾ പെർമിറ്റുകളെ കുറിച്ചാണ് പറയുന്നത്. പെർമിറ്റ് ആണെങ്കിൽ നമ്മൾ സാധാരണ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ, ചില വാഹനങ്ങൾക്ക് ഓൾ ഇന്ത്യ പെർമിറ്റ് എന്ന് കേട്ടിട്ടുണ്ടാവും, നാഷണൽ പെർമിറ്റ് എന്ന് കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ കൂടുതലായിട്ട് റീസെൻ്റ്ലി വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്ന സാധനമായിരുന്നു ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് എന്ന് പറയുന്നത് അല്ലേ. AITP എന്ന് പറഞ്ഞിട്ട് ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് എന്ന് പറയുന്നത് കുറച്ച് കാലങ്ങൾക്ക് തന്നെ ഒരു 1 ഇയർ മുന്നേ ഒക്കെ വളരെയധികം ന്യൂസിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു സംഭവമായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഇഷ്യൂസും കാര്യങ്ങളും അറിയുന്നുണ്ടാവും. അപ്പോൾ അതിനുശേഷം കുറേ വാഹനങ്ങൾ AITP സർവീസിൽ വന്നു തുടങ്ങി. AITPൻ്റെ പെർമിറ്റോട് കൂടിയിട്ട് വാഹനങ്ങൾ ഓടിത്തുടങ്ങി. അപ്പോൾ നമുക്ക് പെർമിറ്റുമായി ബന്ധപ്പെട്ടതും നമുക്ക് ചരക്ക് വാഹനങ്ങളുടെ പെർമിറ്റും നമ്മളുടെ നോർമൽ ആ ചരക്ക് വാഹനങ്ങളുടെ പെർമിറ്റാണ് നമുക്ക് കൂടുതലായിട്ടും അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ആ കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നോർമലി നമുക്ക് 2 പെർമിറ്റാണ് ഉള്ളത്, ലോക്കൽ പെർമിറ്റ് ആയിട്ടുള്ളതും നാഷണൽ പെർമിറ്റ് ആയിട്ടും. AITP ഉണ്ട്, അത് ഓൾ ഇന്ത്യ പെർമിറ്റ് വേറെ ഉണ്ട്, ടൂറിസ്റ്റ് പെർമിറ്റ് ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. അതല്ലാതെ നമുക്ക് നോർമലി പറയേണ്ടത് നാഷണൽ പെർമിറ്റിനെ കുറിച്ചും ലോക്കൽ പെർമിറ്റിനെ കുറിച്ചും. അപ്പോൾ എന്താണ് പെർമിറ്റ് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതിൽ ഞാൻ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പെർമിറ്റ് എന്നത് ഒരു മോട്ടോർ വാഹനത്തിനൊപ്പം നൽകുന്ന ഒരു നിയമപരമായ രേഖയാണ്. വാണിജ്യ അല്ലെങ്കിൽ ഗതാഗത വാഹനങ്ങൾ ഓടിക്കുന്ന എല്ലാവർക്കും ഇത് നിർബന്ധമാണ്. മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 പ്രകാരം ഹൈവേ പെട്രോളിങ്ങിൻ്റെ സമയത്ത് ഗതാഗത അധികാരികളൊക്കെ ഈ പെർമിറ്റുകൾ പരിശോധിക്കാറുണ്ട്. അപ്പോൾ ഇത് വാണിജ്യപരമായിട്ട് ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകുന്ന ഒരു നിയമപരമായിട്ടുള്ള രേഖയാണ് വാഹനത്തിൽ പെർമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വാഹനത്തിന് കൃത്യമായിട്ട് ഒരു സർവീസ് നടത്തണമെന്നുണ്ടെങ്കിൽ, അതായത് സർവീസ് ഒരു സ്റ്റേജ് ഗാരേജ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഗുഡ്സ് വെഹിക്കിൾ ആയിക്കോട്ടെ, എങ്ങനെയാണെങ്കിലും അതിന് ഒരു പെർമിറ്റ് നിർബന്ധമായിട്ടും ആവശ്യമുണ്ട്. ആ പെർമിറ്റ് പ്രകാരം അതിൽ പറയുന്നത് പ്രകാരമാണ് എന്ത് ചെയ്യേണ്ടത്, ആ ഒരു സർവീസ് നടത്തേണ്ടത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പെർമിറ്റിൻ്റെ വാലിഡിറ്റിയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ ആ ഒരു കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് അടുത്തതെന്ന് പറഞ്ഞാൽ ചരക്ക് വാഹനങ്ങൾക്ക് നോർമലി നമ്മൾ കാണുന്ന ഒരു പെർമിറ്റാണ് നാഷണൽ പെർമിറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നാഷണൽ പെർമിറ്റിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം എത്ര സംസ്ഥാനത്തോട്ടിൽ ഉണ്ടെങ്കിലാണ് നമുക്ക് നാഷണൽ പെർമിറ്റ് കിട്ടുക എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾ NP ലോറികൾ, നാഷണൽ പെർമിറ്റ് ലോറികളൊക്കെ കൂടുതലായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ജസ്റ്റ് നാഷണൽ പെർമിറ്റ് എന്താണെന്ന് നോക്കാം. വാഹനങ്ങൾ സ്വന്തം സംസ്ഥാനത്ത് പുറത്തേക്ക് നീങ്ങുകയാണെങ്കിൽ വാഹനത്തിന് സ്വന്തം സംസ്ഥാനത്തോടൊപ്പം 4 സംസ്ഥാനങ്ങൾക്കും പെർമിറ്റ് നൽകും. പെർമിറ്റ് അംഗീകാരം ലഭിക്കുന്നതിന് ചരക്ക് വാഹനങ്ങളുടെ പ്രായം 12 വർഷത്തിൽ കൂടരുതെന്നും മൾട്ടി ആക്സിൽ വാഹനത്തിൻ്റെ പ്രായം 15 വർഷത്തിൽ കൂടുതലാകരുതെന്നും ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നോർമലി മിനിമം 4 സംസ്ഥാനങ്ങൾക്ക് അല്ലേ, അതായത് നമുക്ക് ഒരു സംസ്ഥാനത്ത് നിന്ന് അടുത്തൊരു സംസ്ഥാനത്തോട്ട് നമ്മളുടെ ചരക്ക് കൈമാറ്റം ചെയ്യാം എന്നുണ്ടെങ്കിൽ നമ്മൾ നാഷണൽ പെർമിറ്റ് എടുക്കുകയാണെങ്കിൽ നമ്മളുടെ സ്വന്തം സംസ്ഥാനത്തിന് പുറമെ എന്ത് ചെയ്യും, 4 സംസ്ഥാനങ്ങൾക്കും കൂടിയിട്ടുള്ള പെർമിറ്റ് അതിൽ നൽകുന്നുണ്ടായിരിക്കും. അതിൻ്റെ ചരക്ക് വാഹനങ്ങളുടെ കാര്യം പറയുന്നുണ്ട്. 12 വർഷത്തിൽ കൂടാൻ പാടില്ല. 12 വർഷത്തിന് കൂടിയ ഒരു വാഹനമാണെങ്കിൽ, 12 വർഷത്തിന് മുകളിൽ ഏജുള്ളൊരു വാഹനമാണെങ്കിൽ അതിന് നാഷണൽ പെർമിറ്റ് കിട്ടില്ല. അതേപോലെ തന്നെ മൾട്ടി ആക്സിൽ വാഹനങ്ങൾക്ക് 15 വർഷമാണ് ലിമിറ്റ് ചെയ്തിട്ടുള്ളത്. ആ 15 വർഷത്തിന് മുകളിലാണെങ്കിലും നമുക്ക് എന്ത് വരുന്നില്ല, പെർമിറ്റ് ലഭിക്കില്ല. അപ്പോൾ അതാണ് നാഷണൽ പെർമിറ്റ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ചരക്ക് വാഹനങ്ങളിൽ നാഷണൽ പെർമിറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അടുത്തെന്ന് പറയുന്നത് ഗുഡ്സ് കാരേജിന് കൊടുക്കുന്ന പെർമിറ്റാണ്. നാഷണൽ പെർമിറ്റ് പോലെ തന്നെ നമ്മൾ ലോക്കൽ പെർമിറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഗുഡ്സ് കാരേജ് പെർമിറ്റ് ആണ് നെക്സ്റ്റ് വരുന്നത്. ഈ പെർമിറ്റ് നൽകിയാൽ വാഹനം ചരക്കുകൾ വഹിക്കുന്നുണ്ടെങ്കിൽ സംസ്ഥാനത്ത്
പുറത്ത് വാഹനം ഓടിക്കാം. അപ്പോൾ നമ്മളൊരു സംസ്ഥാനത്തിനകത്ത് അല്ലെങ്കിൽ സംസ്ഥാനത്ത് വാഹനം ഓടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നോർമലി കൊടുക്കുന്ന പെർമിറ്റാണ്, പുറത്താൽ കൊടുക്കുന്നതാണ് ഗുഡ്സ് കാരേജിന് കൊടുക്കുന്ന പെർമിറ്റാണ് ഗുഡ്സ് പെർമിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ദെൻ നമ്മൾ XPSCയിലെ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ എന്നുള്ള ഏറ്റവും നല്ല ഗ്ലാമറസ് ആയിട്ടുള്ള യൂണിഫോം പോസ്റ്റുള്ള എക്സാം ഇനി എന്തായാലും 2025 നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി പോലീസ് ഡ്രൈവർ എന്നുള്ള ഒരു ഡ്രീം കരസ്ഥമാക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പോലീസ് ഡ്രൈവറിൻ്റെ ബാച്ച് ഓൾറെഡി കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാച്ചിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ കോഴ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോലീസ് ഡ്രൈവറുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ നിയമങ്ങളെ ക്ലാസ്സസും അതോടൊപ്പം തന്നെ ഡ്രൈവിങ്ങിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ്സസും കാര്യങ്ങളും എല്ലാം തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് സിലബസ് പ്രകാരം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളിപ്പോൾ ഒരു ബാച്ചിലൊന്നും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് പഠിച്ചു തുടങ്ങുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാനതിൻ്റെ വാലിഡിറ്റിയെ കുറിച്ച് പറയുകയാണ്. അതായത് നോർമലി കൊടുക്കുന്ന വാഹനങ്ങൾക്ക് എത്രയാണ് ഗുഡ്സ് വാഹനങ്ങൾക്ക് കൊടുക്കുന്ന വാലിഡിറ്റി എന്നാണ്. അപ്പോൾ ലൈറ്റ് ഗുഡ്സ് വാഹനങ്ങൾക്ക് നോർമലി 5 years ആണ് വാലിഡിറ്റി കൊടുക്കുന്നത്. അതിനുശേഷം ഹെവി ഗുഡ്സ് വാഹനങ്ങൾക്കും നമ്മൾ കൊടുക്കുന്നത് 5 years ആണ്. കോൺട്രാക്ട് കാരേജ് പെർമിറ്റ് ഫോർ ബസ്സസ് അതിനും പെർമിറ്റ് കൊടുക്കുന്നത് 5 years ആണ്. കോൺട്രാക്ട് കാരേജ് ഒക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അതൊരു പെർമിറ്റാണ്, കോൺട്രാക്ട് കാരേജ് പെർമിറ്റാണ്. പിന്നെ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റിനെ കുറിച്ച് ഞാനൊന്ന് സൂചിപ്പിച്ചു തുടക്കത്തിൽ. അത് കൊടുക്കുന്നത് 1 വർഷത്തേക്കാണ്. അപ്പോൾ നമുക്ക് പെർമിറ്റ് കൊടുക്കുന്നത് എത്ര വർഷത്തേക്കാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ ഏതെങ്കിലും സ്പെഷ്യൽ കേസസിൽ മാറ്റമുള്ളത് നമുക്ക് അതിൻ്റെ കൂടെ തന്നെ പഠിച്ചിട്ട് വെക്കേണ്ടതുമാണ്. അപ്പോൾ ഈ റിക്ഷ അതായത് രീതിയിലുള്ള പെർമിറ്റ് കൊടുക്കുകയാണെങ്കിൽ ഈ റിക്ഷകൾക്കാണെന്നുണ്ടെങ്കിൽ 3 years പെർമിറ്റ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഡിഫറൻസ് കൂടി ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഇനി ജസ്റ്റ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നമ്മൾ ഈ പെർമിറ്റ് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ വാഹനത്തിന് ഓരോ ഫിറ്റ്നസ് കൂടി നൽകും അല്ലേ, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്. അപ്പോൾ നമ്മൾ ഷോർട്ട് ഫോം ആയിട്ട് FC എന്നാണ് പറയാറുള്ളത്. ഫിറ്റ്നസ് എടുക്കുക എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ. അപ്പോൾ ആ ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു 3 കാര്യങ്ങളാണ് നെക്സ്റ്റ് പറയുന്നത്. അത് നമുക്കൊരു ചിത്രത്തിലൂടെ തന്നെ കറക്റ്റായിട്ട് മനസ്സിലാക്കാനും പറ്റും. സെൻറ്റൻസ് ആയിട്ട് നോക്കാം, അതിനുശേഷം നമുക്കൊരു പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷനിൽ നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ പുതിയ സ്വകാര്യ വാഹനങ്ങൾ ഫിറ്റ്നസ് 15 വർഷത്തേക്ക് സാധുള്ളതാണ്. അപ്പോൾ നമ്മളുടെ സ്വകാര്യ വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന പുതിയ വാഹനങ്ങൾക്ക് 15 വർഷത്തേക്കാണ് ഫിറ്റ്നസ് നൽകുന്നത്. അതിനുശേഷം ഓരോ 5 വർഷത്തിലും ഫിറ്റ്നസ് പുതുക്കണം. നമ്മൾ വീട്ടിലൊക്കെ നമ്മൾക്ക് നോർമലി ഉപയോഗിക്കുന്ന കാറുകളാണെങ്കിൽ അല്ലേ, നമ്മൾ വാഹനം രജിസ്റ്റർ ചെയ്യുന്നത് മുതൽ നമ്മളെ വാഹനം എന്ത് ചെയ്യാണ്, നമ്മളൊരു പുതിയ വാഹനം മേടിക്കുന്ന സമയത്ത് നമുക്ക് 15 വർഷത്തേക്ക് അല്ലേ, 15 വർഷത്തേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫസ്റ്റത്തെ ടാക്സ് അടക്കുന്നത്. BH രജിസ്ട്രേഷൻ നോക്കണ്ട, ബാക്കിയുള്ള വാഹനങ്ങൾക്ക് 15 വർഷത്തേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടാക്സ് അടക്കുന്നത്. അപ്പോൾ 15 വർഷത്തേക്കാണ് ആ വാഹനത്തിന്. 15 വർഷത്തിന് ഫിറ്റ്നസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, വാഹനം ടെസ്റ്റിന് കൊണ്ടുപോയിട്ട് വീണ്ടും നമ്മൾ റിന്യൂവൽ എടുക്കണം. നമുക്ക് വീണ്ടും എന്ത് തരും, ഒരു 5 വർഷത്തേക്ക് പുതുക്കി തരും അല്ലേ. 5 years നമുക്ക് എന്ത് ചെയ്യും, അത് പുതുക്കി തരും. അപ്പോൾ 15 വർഷത്തേക്കാണ് നോർമൽ ഒരു വാഹനത്തിന് നമ്മൾ ഫിറ്റ്നസിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ ഒരു സ്വകാര്യ വാഹനങ്ങൾക്ക് ഇപ്പം ഉപയോഗിക്കുന്നത്. ദെൻ അടുത്തത് വാണിജ്യ വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊമേഴ്ഷ്യലായിട്ട് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ. കൊമേഴ്ഷ്യൽ വാഹനങ്ങൾക്ക് നോർമലി 8 വർഷം വരെ പഴക്കമുള്ള വാഹനങ്ങൾക്ക് 2 വർഷത്തേക്കാണ് ഫിറ്റ്നസ്. അത് 8 വർഷം വരെ പഴക്കമുള്ള വാഹനങ്ങളാണെന്നുണ്ടെങ്കിൽ അതൊക്കെ 2 വർഷത്തേക്കാണ് ഫിറ്റ്നസ്. 8 വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങളാണെന്നുണ്ടെങ്കിൽ എല്ലാ വർഷവും ഫിറ്റ്നസ് പുതുക്കണം. ഓരോ വർഷവും ഫിറ്റ്നസ് പുതുക്കണം കൊമേഴ്ഷ്യൽ. അപ്പോൾ കൊമേഴ്ഷ്യൽ വാഹനങ്ങളുടെ ഫിറ്റ്നസ് എത്രയെന്നുള്ളത് 8 വർഷം വരെ പഴക്കമുള്ള വാഹനങ്ങൾക്ക് 2 വർഷത്തേക്കാണ് ഫിറ്റ്നസ് റിന്യൂ ചെയ്ത് കിട്ടുക. 8 വർഷം കഴിഞ്ഞ വാഹനങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഓരോ വർഷവും ഫിറ്റ്നസ് പുതുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇത് നമുക്ക് പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷനിൽ മനസ്സിലാക്കാമെന്ന് പറഞ്ഞത് ഇതേമാതിരി തന്നെയാണ്. നമ്മൾ സാധാരണ ഒരു പ്രൈവറ്റ് വാഹനത്തെ രജിസ്ട്രേഷൻ്റെ കാര്യത്തിലാണ് പറയട്ടോ. വാലിഡിറ്റി ഓഫ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഈസ് മാൻഡേറ്ററി ഫോർ റിന്യൂവൽ ഓഫ് രജിസ്ട്രേഷൻ ഓഫ് പ്രൈവറ്റ് വെഹിക്കിൾസ് അല്ലേ. പ്രൈവറ്റ് വെഹിക്കിൾസിനുള്ള രജിസ്ട്രേഷൻ്റെ വാലിഡിറ്റിയാണ് ഞാനിപ്പോൾ ഈ ഒരു ഇതിൽ പറയുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ വെഹിക്കിളിൻ്റെ ഒരു പുതിയതായിട്ട് വാഹനം എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, വാഹനത്തെ രജിസ്റ്റർ ചെയ്യുന്നു അല്ലേ. പിന്നെ വാഹനത്തെ രജിസ്റ്റർ ചെയ്ത് അവിടെ നിന്ന് ഫിറ്റ്നസ് ടെസ്റ്റ് ഒന്നും വേണ്ട, പുതിയ വാഹനത്തിന് ഫിറ്റ്നസ് ഇല്ല, ജസ്റ്റ് കൊടുക്കുന്നു. 15 വർഷത്തേക്ക് നമുക്ക് എന്ത് ചെയ്യുന്നു, ഫിറ്റ്നസ് കിട്ടുന്നു. വാഹനത്തിന് 15 വർഷത്തേക്ക് കിട്ടുന്നു. 15 വർഷം കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഫിറ്റ്നസ് ടെസ്റ്റിന് വേണ്ടിയിട്ട് നിർത്തണം. വാഹനം ഫിറ്റ്നസ് എടുക്കണം, വീണ്ടും റിന്യൂ ചെയ്യണം. ഫിറ്റ്നസ് ടെസ്റ്റ് റിക്വയർഡ് ഫോർ റിന്യൂവൽ ഓഫ് രജിസ്ട്രേഷൻ ആഫ്റ്റർ 15 years. 15 yearsൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞ് നമ്മൾ രജിസ്ട്രേഷൻ റിന്യൂ ചെയ്യുമ്പോൾ വാഹനത്തിന് ഫിറ്റ്നസ് എടുക്കണം. ഫിറ്റ്നസ് പാസ് ആകുകയാണെന്നുണ്ടെങ്കിൽ ഇത് അവിടെ ഗ്രീൻ ലൈനിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, പാസ് ആകുകയാണെന്നുണ്ടെങ്കിൽ അത് 5 വർഷത്തേക്ക് റിന്യൂ ചെയ്ത് തരും. പാസ്സാകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 5 വർഷത്തേക്ക് റിന്യൂ ചെയ്ത് തരും. അത് ഫെയിൽ ആകുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ, വീണ്ടും വെഹിക്കിൾ എന്ത് ചെയ്യണം, നമ്മൾ അപ്പീൽ കൊടുത്തിട്ട് വീണ്ടും റീടെസ്റ്റിന് പോകണം.
വീണ്ടും റീടെസ്റ്റിന് പോകണം, നമ്മൾ അപ്പീൽ കൊടുത്തുകൊണ്ട് റീടെസ്റ്റിന് പോകണം. അതാണ് ഫെയിൽ ആകുകയാണെങ്കിൽ. ദെൻ വീണ്ടും ഫെയിൽ ആകുകയാണെന്നുണ്ടെങ്കിൽ ആ വാഹനത്തെ പിന്നെ റീടെസ്റ്റ് ഇല്ല, അത് സ്ക്രാപ്പിങ്ങിലോട്ട് കളയും. ആ വാഹനം സ്ക്രാപ്പായിട്ട് പോരും. വെഹിക്കിൾ വിൽ ബി ഐഡൻറ്റിഫൈഡ് ആസ് ആൻ ELV ആൻഡ് ബിക്കം എലിജിബിൾ ഫോർ സ്ക്രാപ്പിംഗ്. അത് വാഹനം എന്ത് ചെയ്യണം, പൊളിച്ച് കളയണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ 15 വർഷം വരെ നമുക്ക് ഒരു പ്രൈവറ്റ് സർവീസ് വെഹിക്കിൾ ആണെങ്കിൽ 15 വർഷം വരെ നമുക്ക് എന്തില്ല, ഫിറ്റ്നസ് ഇല്ല. 15 വർഷത്തിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, ഫിറ്റ്നസിന് പോവാണ്. ഫിറ്റ്നസിന് പോയി കഴിഞ്ഞാൽ പാസ് ആകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 5 വർഷം കൂടി കിട്ടും. 5 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, വീണ്ടും ആ വാഹനം ഫെയിൽ ആകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി അപ്പീൽ ചെയ്യാം. അതിലും ഫെയിൽ ആകുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രാപ്പ് ചെയ്യണം. ഇതിൽ 15 ഇവിടെ 5 വർഷം കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ചെയ്യാം, റിന്യൂവൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് അതിൽ നമ്മൾ ഒരു പ്രൈവറ്റ് വാഹനങ്ങളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എന്ന് പറയുന്നത്, ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൻ്റെ FC പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി നമ്മളൊരു കൊമേഴ്ഷ്യൽ വാഹനത്തെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിൻ്റെ കേസാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഓൾറെഡി ഫസ്റ്റ് വരുന്ന സമയത്തിലെ വാലിഡിറ്റി ഓഫ് രജിസ്ട്രേഷൻ ഓഫ് സിവീസ് ലിങ്ക്ഡ് ടു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്. നമ്മൾ വാഹനം രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഫിറ്റ്നസിനായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഫിറ്റ്നസ് ടെസ്റ്റ് ഫോർ എവരി 2 ഇയേഴ്സിൽ ഫിറ്റ്നസ് ടെസ്റ്റ് ഉണ്ട്. ഫിറ്റ്നസ് ടെസ്റ്റ് ഈസ് കണ്ടക്റ്റഡ് ആസ് പെർ ഗൈഡൻസ് ഓഫ് ഇൻ CMVR, സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസിൽ പ്രകാരമുള്ള ഫിറ്റ്നസ് ടെസ്റ്റ് ആണ് നടക്കുക. 2 വർഷത്തേക്ക് ഇതുണ്ട്. അങ്ങനെ നമുക്ക് 2 വർഷത്തേക്ക് പുതുക്കി, അങ്ങനെ 4 തവണ പുതുക്കി കഴിഞ്ഞാൽ ഏകദേശം ഒരു 8 വർഷമായി. നമ്മൾ 8 വർഷം വരെ ആകുമ്പോൾ നമുക്ക് 2 വർഷം വെച്ച് പുതുക്കാം. 2, 4, 6, 8 അങ്ങനെ വന്നു പോകാം. ഓരോ 2 വർഷത്തേക്കും നമ്മൾ പുതുക്കിയിട്ട് 8 വർഷമായി. 8 വർഷം കഴിഞ്ഞാൽ പിന്നെ എവരി ഇയർ എന്ത് ചെയ്യണം, 15 വർഷത്തേക്ക് എവരി ഇയറിൽ പുതുക്കണം. ഓരോ 1 ഇയറിലും എന്ത് ചെയ്യണം, ഫിറ്റ്നസ് പുതുക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ആ കാര്യമാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ പാസ്സാകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ വർഷത്തേക്കും ഫിറ്റ്നസ് എടുത്തുകൊണ്ടേയിരിക്കുക, കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടേയിരിക്കുക. ഫെയിൽ ആകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വട്ടം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീടെസ്റ്റിന് അപ്ലൈ ചെയ്യാം. റീടെസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ശരിയായിട്ടില്ല, അത് വീണ്ടും ഫെയിൽ ആകുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ അത് ഇറ്റ്സ് ഗോസ് ടു സ്ക്രാപ്പിംഗ്. അത് വാഹനം സ്ക്രാപ്പായി കണക്കാക്കി പൊളിച്ച് വിൽക്കുന്ന ലെവലിലോട്ട് പോകും. അപ്പോൾ ഇതിൻ്റെ വാലിഡിറ്റി കാര്യങ്ങൾ ഒക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വർഷത്തെ ഫയർ ആൻഡ് റെസ്ക്യൂ ഡ്രൈവർ ഉണ്ട്. നിങ്ങൾ ഫയർമാൻ ഡ്രൈവർ നമ്മൾ പറയുന്നത്, അപ്പോൾ ഡ്രൈവറിന് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫയറിൻ്റെ ഡ്രൈവർ അപ്ലൈ ചെയ്ത ആളുകൾക്ക്, പോലീസ് ഡ്രൈവർ കോഴ്സ് അപ്ലൈ ചെയ്ത്, പോലീസിൻ്റെ ഡ്രൈവർ, കോൺസ്റ്റബിൾ ഡ്രൈവർ അപ്ലൈ ചെയ്ത ആളുകൾക്ക്, അതേപോലെ തന്നെ കോമൺ ആയിട്ട് വരുന്ന LDV പോലെ അല്ലെങ്കിൽ HDV പോലുള്ള നോർമൽ ഡ്രൈവർ പോസ്റ്റുകൾ, ഡ്രൈവർ കം OA എന്ന് പറയുന്ന ഡ്രൈവർ പോസ്റ്റിൽ അപ്ലൈ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ ഓൾറെഡി ഡ്രൈവറിൻ്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കോഴ്സിലെ ഫെസിലിറ്റീസും ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് പറഞ്ഞിരുന്നതായിരിക്കും. അപ്പോൾ ഇത് മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ട ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഇയേഴ്സ് മാത്രം, എത്ര വർഷത്തേക്കാണ് എന്നുള്ളത് മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ആ കാര്യങ്ങൾ തന്നെയാണ് സാധാരണയായി ചോദിക്കാറുള്ളത്. അത് ഓർത്തിരിക്കുക, അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാലും നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടും ഷെയർ ചെയ്തെത്തിക്കുക. ഇതേപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.